ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വാരിയാനിക്കാട് ഇടവകയിൽ നിന്ന് സൺഡേ സ്കൂൾ അധ്യാപകരും വികാരിയച്ഛനും അവഹേളിക്കപ്പെട്ട ശ്ലീവായുടെ അടുക്കലേക്ക് പോയി ആ ശ്ലീവായെ വന്ദിക്കുന്ന ഒരു കർമ്മമാണ് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ വലിയൊരു അടയാളമാണ് വിശുദ്ധ കുരിശ്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ആശീർവദിക്കപ്പെടുന്നത് ഈ ശ്ലീവായിലാണ്, വിശുദ്ധ കുരിശിലാണ്. ആ കുരിശിൽ അഭിമാനിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനി. ആ കുരിശാണ് ഞങ്ങളുടെ രക്ഷയുടെ അടയാളം. ആ കുരിശിനെ അവഹേളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കുക. കാരണം ലോകരക്ഷകനായ ഈശോ മിശിഹ ഈ വിശുദ്ധ ശ്ലീവായിലാണ്, കുരിശിലാണ്. അതുകൊണ്ടാണ് ഈ കുരിശ് ഞങ്ങൾക്കെന്നും വിജയത്തിന്റെ ചിഹ്നമായി ഉണ്ടായിരുന്നത്. ഈ കുരിശ് ഒരിക്കലും ഞങ്ങൾക്ക് പരിഹാസത്തിന്റെ ചിഹ്നമല്ല, മറിച്ച് ഇത് ഞങ്ങളുടെ വിജയത്തിന്റെ ചിഹ്നമാണ്. ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഈ കുരിശ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കുരിശിന്റെ പക്കലേക്ക് നമുക്ക് പോവാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, 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 കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശിനെ നമുക്ക് കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. വിചാരിച്ച സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ കുരിശ്. നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കുരിശിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളെ, ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് നാം വണങ്ങുന്ന വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ നാം തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. അപ്പൊ നമുക്കറിയാം, എപ്പോഴും നമ്മൾ
ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട പല കമൻറ്റുകളും ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അത് തെറ്റായിരിക്കുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ജെറൂസലേം ദേവാലയത്തിൽ കയറി അവിടെ കച്ചവടം ചെയ്തിരുന്നവരല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക തിന്മകൾക്കെതിരെ യേശു പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശു ചാട്ടവാർ ഉണ്ടാക്കി അവിടെയുള്ളവരെ അടിച്ച് പുറത്താക്കുമ്പോൾ ഒരുപക്ഷെ അത് അന്നത്തെ ഒരു സംഭവമായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്ക് അല്ലെങ്കിൽ തിന്മകൾക്കെതിരെയുള്ള യേശുവിൻ്റെ വലിയൊരു അല്ലെങ്കിൽ അത് യേശു നടത്തിയ വലിയൊരു പോരാട്ടമായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ഇനിയെങ്കിലും നാം പ്രതികരിക്കാതിരുന്നാലോ, ഒരുപക്ഷെ നാളെ ഇന്ന് കുരിശിൽ കയറിയിരുന്നവർ ഒരുപക്ഷെ നാളെ നമ്മുടെ ദേവാലയത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മറ്റൊരു സംഭവമുണ്ട്. യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശു പ്രസംഗിച്ച് അല്ലെങ്കിൽ യേശുവിനോടൊപ്പം കുറെ പേര് യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ യേശു അവർ പറയുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ പോരൂ. അപ്പോൾ അവരിൽ ചിലരൊക്കെ വരുവാൻ തയ്യാറായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് നിന്നോടൊപ്പം വരാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി അനുവാദം വാങ്ങിയിട്ട് വരാം. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ്, ഇത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരവസ്ഥ അതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പം അതിന് പ്രതികരിക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകാത്ത ഒരവസ്ഥ. അപ്പോൾ യേശു അവിടെ തുടർന്ന് പറയുന്നുണ്ട്, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ആരും സ്വർഗരാജ്യത്തിന് അവകാശികളല്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ക്രൈസ്തവരാണ്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാൻ അവകാശമില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകേണ്ടവരാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ യേശു പറഞ്ഞതുപോലെ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളല്ലാതായിട്ട് തന്നെ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ക്രൈസ്തവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മളിതിനെതിരെ, ഈ തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന വരിയാനിക്കാട് വിശ്വാസ പരിശീലക സന്ദേശങ്ങളെ പ്രധാനപ്പെട്ട വിവരിച്ചിന് എല്ലാവരും ഇതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു തെറ്റായ നടപടിക്കെതിരെ പ്രതികരിക്കുവാൻ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ ക്രൈസ്തവരായ നാം എല്ലാവരും ഈ ഒരു തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു അനീതിക്കെതിരെ പോരാടുവാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. നമുക്കറിയാം, വെറും ഒരു പ്രവാചകന്റെ പേരുള്ള ഒരു കാര്യം ഉദ്ധരിച്ചതിന്റെ പേരിൽ നമ്മുടെ ഒരു മനുഷ്യനെ അയാളുടെ കൈപ്പത്തി വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥ പോലും ഇവിടെ സംജാതമായിരിക്കുകയാണ്. മറിച്ച് നമ്മൾ ഒരു പ്രവാചകന്റെ പടം നമ്മൾ വരച്ചാൽ ഇന്ന് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നോ എന്നൊരവസ്ഥ പോലും നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ക്രൈസ്തവർ പലപ്പോഴും നമ്മൾ ക്ഷമയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ക്ഷമയെ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് രക്ഷയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പ്രദേശത്ത്, അതുപോലെ തന്നെ ലോകത്ത് തന്നെയും നമ്മുടെ ഈ അടുത്ത സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലുള്ള പല അക്രമങ്ങളും നമ്മൾ ക്രൈസ്തവരുടെ നേരെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ അതിന് നോക്കിയിരുന്നിട്ട് നമ്മളെപ്പോഴും നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ക്ഷമിക്കുന്ന സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ
ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഇവിടെ നടക്കുമ്പോൾ അകലെയിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അത് അവിടെ നടന്ന സംഭവമാണല്ലോ, അതിനകത്ത് നമ്മൾ അത്രയും പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രക്ഷയുടെ അടയാളമായിട്ടുള്ള ഈ കുരിശിനെ അപമാനിച്ചത് നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട വാര്യാനിക്കാട് സൺഡേ സ്കൂൾ ഡയറക്ടർ തോമസ് ഓലായത്തിലച്ച, ബഹുമാനപ്പെട്ട അധ്യാപകരെ, അവൻ ക്രിസ്ത്യാനിയാകുന്ന അവൻ്റെ മാമോദീസ മുതൽ നെറ്റിയിൽ കുരിശു വരച്ച് അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രധാന ആഘോഷങ്ങളിലും അവൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് കുരിശു വരച്ച്, അതുപോലെ തന്നെ അവൻ്റെ ഒരു ദിവസം അവസാനിപ്പിക്കും മരണസമയത്തും അവൻ്റെ കൂടെ അവൻ്റെ കയ്യിൽ പിടിച്ച് കുരിശ് അവനോട് ചേർന്നുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തിന് എത്ര വേദനയാണ് ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്ഷമിക്കുന്ന സ്നേഹം യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവൃത്തി ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുകയും ഈ ഒരു സങ്കടകരമായ നിമിഷത്തിൽ ഇനി ഒരിക്കലും ഒരാളിൻ്റെയും ഭാഗത്തു നിന്നും കുരിശിനെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആദരണീയനായ വികാരിയച്ച, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, ഇന്ത്യൻ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ് പറയുന്നത് ഒരു മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. നമുക്കറിയാം, ആർഷഭാരത സംസ്കാരം മുതൽ ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും വിശ്വസിക്കുന്ന, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും ഒപ്പം അവരുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. ക്രൈസ്തവർക്കെതിരെ ഈ കുറച്ചു നാളുകളായിട്ട് ഇന്ത്യയിലും ലോകത്ത് മുഴുവനും നടക്കുന്ന പീഡനങ്ങളും അതോടൊപ്പം അവർ സഹിക്കുന്ന വേദനകളെയും ഓർത്ത് നമുക്ക് ആദ്യമേ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ക്രൈസ്തവരുടെ പ്രതീക്ഷയാണ് കുരിശെന്നുള്ളത്. പണ്ട് ഇസ്രായേൽ ജനത മരുഭൂമിയിൽ കൂടി അലഞ്ഞു കിടന്നപ്പോൾ അവർക്ക് രോഗബാധയായത്, അവർക്ക് പ്രതീക്ഷയായത് അന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട, ആ മലമുകളിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പമായിരുന്നു. ഇന്ന് ഈ നൂറ്റാണ്ടില് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സന്ദേശം പകർന്നു നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പ്രത്യാശയുടെ ചിഹ്നമാണ് ഈ കുരിശ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റിന്റെ വാക്കുകളിൽ, ഏതൊരു ക്രൈസ്തവനും തന്റെ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് തന്റെ കുരിശിലേക്ക് നോക്കി കഴിയുമ്പോൾ അവന്റെ ഏത് പാപങ്ങളും ക്ഷമിക്കപ്പെടും. അതാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ശക്തിയും പ്രതീക്ഷയും ഈ കുരിശാണ്. ഈ കുരിശിനെ സംബന്ധിച്ചും ഈ കുരിശുമായിട്ട് ബന്ധപ്പെട്ട് കുരിശിലെ അവഹേളിക്കുന്ന രീതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധം. നമ്മൾ ക്ഷമിക്കുവാനാണ് നമ്മൾ ഈശോ പഠിപ്പിച്ചത്. നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർണത്തടിക്കുന്നവന് മറ്റൊരു കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ എന്ന് വെച്ച് അനീതി കാണുമ്പോൾ ശബ്ദിക്കാതിരിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഇത് ചെയ്തത് അറിഞ്ഞുകൊണ്ടോ അല്ലായ്മയോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വരണം. ചെയ്തത് ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ സമ്മതിക്കണം. ഒരു തവണ നമ്മൾ ക്ഷമിക്കുക. നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹം തന്നെയാണ്. 1 2 തവണ ഒരു തവണ ആവർത്തിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. വീണ്ടും ആവർത്തിച്ചാലും നമ്മൾ ക്ഷമിക്കും. നമുക്ക് ക്ഷമിക്കാൻ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ക്ഷമ എന്ന് പറയുന്നത് നിശബ്ദരായിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്തും കണ്ടിട്ട് കൈകെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള ആർജവം എല്ലാവരും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഇതിൽ ഉണ്ടായ ഈ പ്രശ്നത്തെ അതിലൊന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും ഒപ്പം ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനായിട്ടാണ് ഞങ്ങൾ ഇന്നോട് എത്തിച്ചേർന്നത്. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
കുരിശ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെന്നും നമ്മൾ ധരിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇന്നും എൻ്റെ കയ്യിലൊരു കുരിശുണ്ട്. പറഞ്ഞതുപോലെ ഈ കുരിശിനെ നമുക്ക് അവഗണിക്കാനുള്ളതല്ല, നിന്ദിക്കാനുള്ളതല്ല. ഏത് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഇത് നമുക്ക് തീർച്ചയായും വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ് ഈ കുരിശ്. ഈ കുരിശിനെ അവഗണിക്കാനല്ല, അവഗണിക്കുന്നവരെ നമുക്ക് അവരോട് ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഇത് അവഗണിക്കാനുള്ളതല്ല. ഈ കുരിശിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈ ബഹുമാനം നമ്മൾ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം ആര്യാനിക്കാട് ഇടവകയിൽ നിന്ന് മതാധ്യാപകരുടെ നേതൃത്വത്തിൽ അവരുടെ ചിന്തകളുടെ വികാരങ്ങൾ അവർ പങ്കുവച്ചു. നമുക്കെല്ലാവർക്കും കുരിശിനെ സ്നേഹിക്കാം, ഈ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വിജയം നേടുന്ന ഈ കുരിശിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമുക്ക് പിടിക്കാം. ഇല്ലെങ്കിലും ആരും ഇതിനെ നിന്ദിക്കരുത്. കാരണം ഇത് ഓരോ ക്രൈസ്തവന്റെയും നെഞ്ചിടിപ്പാണ്, ഓരോ ക്രൈസ്തവന്റെയും വികാരമാണ്, ഞങ്ങളുടെ രക്ഷയുടെ മുദ്രയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.